വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിക്സ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമൺ ഡിസീസ് ഓഫ് ഐ എന്ന സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ഐറിഡോസൈക്ലൈറ്റിസ് ഈസ് ഓപ്ഷൻസ് എ സ്ക്ലിയറൈറ്റിസ്, ബി സെക്കൻഡറി ഗ്ലോക്കോമ, സി ബാൻഡ് ഷേപ്പ്ഡ് കെരാറ്റോപ്പതി, ഡി കോർണിയൽ അൾസർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സെക്കൻഡറി ഗ്ലോക്കോമയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സൈൻ ഓഫ് സിമ്പതറ്റിക് ഓഫ്താൽമൈറ്റിസ്. ഓപ്ഷൻസ് എ കെരാറ്റിക് പ്രസിപിറ്റേറ്റ്സ്, ബി മയോസിസ്, സി അക്വസ് ഫ്ലെയർ, ഡി റിട്രോലെൻഡൽ ഫ്ലെയർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി റിട്രോലെൻഡൽ ഫ്ലെയർ ആണ്. ഈ റിട്രോലെൻഡൽ ഫ്ലെയർ എന്ന് വെച്ചാൽ നമ്മളുടെ ലെൻസിൻ്റെ പോസ്റ്റീരിയർ സർഫസിന് ബാക്കിലായിട്ട് വിട്രിയസ് ക്യാവിറ്റിയിലായിട്ട് കാണുന്ന ബ്രൈറ്റ് ഡിഫ്യൂസ് ഇലുമിനേഷനാണ് ഈ റിട്രോലെൻഡൽ ഫ്ലെയർ. വിട്രിയസ് ക്യാവിറ്റിയിൽ കാണുന്ന ഇൻഫ്ലമേറ്ററി സെൽസും അതുപോലെ പ്രോട്ടീൻസൊക്കെയാണ് ഇത് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോട്ടോപ്സിയ ഒക്കേഴ്സ് ഇൻ ഓപ്ഷൻസ് എ ഐറൈറ്റിസ്, ബി സൈക്ലൈറ്റിസ്, സി കൊറോയിഡൈറ്റിസ്, ഡി സ്ക്ലിയറൈറ്റിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. കൊറോയിഡൈറ്റിസിലാണ് ഫോട്ടോപ്സിയ കാണാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമണസ്റ്റ് കോസ് ഓഫ് ഫംഗൽ ഊവിയൈറ്റിസ് ഈസ് ഓപ്ഷൻസ് എ കാൻഡിഡ, ബി ആസ്പെർഗില്ലസ്, സി ഫിസാറിയം, ഡി മ്യൂക്കർ മൈക്കോസിസ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ കാൻഡിഡയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് ആൻറ്റീരിയോ ഊവിയൈറ്റിസ് അസോസിയേറ്റഡ് വിത്ത് ആർത്രൈറ്റിസ്. ഓപ്ഷൻസ് എ ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്, ബി റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സി സൈഫിലിസ്, ഡി ട്യൂബർക്കുലോസിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് ആണ്. ഇതുപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസീസ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതേതായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ. ഇൻ പേഷ്യൻസ് വിത്ത് ആൻറ്റീരിയോ ഊവിയൈറ്റിസ് ഡിക്രീസ് ഇൻ വിഷൻ ഡ്യൂ ടു പോസ്റ്റീരിയർ സെഗ്മെൻറ്റ് ഇൻവോൾവ്മെൻറ്റ് ക്യാൻ ഓക്കർ ബിക്കോസ് ഓഫ് ഓപ്ഷൻസ് എ വിഷ്വൽ ഫ്ലോട്ടേഴ്സ്, ബി ഇൻഫ്ലമേറ്ററി ഡിസ്ക് എഡിമ, സി എക്സുഡേറ്റീവ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഡി CME. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, എക്സുഡേറ്റീവ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കൺജനിറ്റൽ കാറ്ററാക്ട്. ഓപ്ഷൻസ് എ ലാമെല്ല കാറ്ററാക്ട്, ബി കാറ്ററാക്റ്റ സെൻട്രാലിസ് പൾവറലൻഡ, സി കൊറോണറി കാറ്ററാക്ട്, ഡി കൊറോളിഫോം കാറ്ററാക്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ലാമെല്ലാർ കാറ്ററാക്റ്റ് ആണ്. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഓപ്ഷനിൽ ബ്ലൂ ഡോട്ട് കാറ്ററാക്റ്റും കൂടെ ഉണ്ടെങ്കിൽ ബ്ലൂ ഡോട്ട് കാറ്ററാക്റ്റ് ആയിരിക്കും ആൻസർ വരിക. ഇനി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കൺജനിറ്റൽ കാറ്ററാക്ട് പ്രസൻറ്റിംഗ് വിത്ത് വിഷ്വൽ ഇമ്പയർമെൻ്റ് എന്ന് ചോദിച്ചാൽ ലാമെല്ലാർ കാറ്ററാക്റ്റിൻ്റെ ആൻസർ വരും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ. ഈ ലാമെല്ലാർ കാറ്ററാക്റ്റിനെ തന്നെയാണ് സോനുലാർ കാറ്ററാക്റ്റ് എന്നും പറയുന്നത്. ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷ്വൽ പ്രോഗ്നോസിസ് ഈസ് പുവർ ഇൻ ഓപ്ഷൻസ് എ ബൈലാറ്ററൽ കൺജനിറ്റൽ കാറ്ററാക്ട്, ബി യൂണിലാറ്ററൽ കൺജനിറ്റൽ കാറ്ററാക്ട്, സി സോനുലാർ കാറ്ററാക്ട്, ഡി കാറ്ററാക്റ്റ പൾവറലൻഡ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി യൂണിലാറ്ററൽ കൺജനിറ്റൽ കാറ്ററാക്റ്റ് ആണ്. അതിലാണ് വിഷ്വൽ പ്രോഗ്നോസിസ് ഏറ്റവും പുവർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സെനൽ കാറ്ററാക്റ്റ് ഈസ് ഓപ്ഷൻസ് എ ക്യൂണിഫോം കാറ്ററാക്റ്റ്, ബി ക്യുപ്പിലിഫോം കാറ്ററാക്റ്റ്, സി ന്യൂക്ലിയർ കാറ്ററാക്റ്റ്, ഡി നൺ ഓഫ് ദ എബോവ്. ഈ സെനൽ കാറ്ററാക്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് അക്വേർഡ് കാറ്ററാക്റ്റ് ആണ്. അത് തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. അവയാണ് ഈ ക്യൂണിഫോം, ക്യുപ്പിലിഫോം, ന്യൂക്ലിയർ ഒക്കെ. ഈ ക്യൂണിഫോമും ക്യുപ്പിലിഫോമും നമ്മുടെ കോർട്ടിക്കൽ കാറ്ററാക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്നതാണ്. കോർട്ടിക്കൽ കാറ്ററാക്റ്റിനെ നമ്മൾ പൊതുവെ സോഫ്റ്റ് കാറ്ററാക്റ്റ് എന്നും ന്യൂക്ലിയർ കാറ്ററാക്റ്റിനെ നമ്മൾ പൊതുവെ ഹാർഡ് കാറ്ററാക്റ്റ് എന്നാണ് പറയുക. അതിൽ കോർട്ടിക്കൽ കാറ്ററാക്റ്റിൻ്റെ രണ്ട് മെയിൻ ടൈപ്പാണ് ക്യൂണിഫോമും ക്യുപ്പിലിഫോമും. ഇതിൽ ഈ ക്യൂണിഫോം കാറ്ററാക്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70% ക്യൂണിഫോം കാറ്ററാക്റ്റ് ആണ് വരുന്നത്. ക്യുപ്പിലിഫോം ഒരു 5% ആണ് പറയുന്നത്. ന്യൂക്ലിയർ കാറ്ററാക്റ്റ് ഒരു 25%. അതിൽ ഈ ക്യൂണിഫോമിൻ്റെ കേസിൽ നമുക്ക് വെഡ്ജ് ഷേപ്പ്ഡ് ആയിട്ടുള്ള കോർട്ടിക്കൽ ഒപ്പാസിറ്റീസ് ആണ് കാണാൻ പറ്റുക. അത് പെരിഫറൽ പോർഷനിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ഇയർലി സ്റ്റേജിലൊന്നും വിഷൻ അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. എന്നാൽ ഡിം ലൈറ്റിൻ്റെ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളുടെ ഐ നല്ല ഡയലേറ്റ് ആകുമ്പോൾ എന്താവും, ഈ പെരിഫറൽ വിഷൻ കൂടെ കടന്നു വരുമ്പോൾ അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ക്യുപ്പിലിഫോമിൻ്റെ കേസിൽ സെൻട്രൽ പോർഷൻസിലാണ് ഒപ്പാസിറ്റീസ് ആദ്യം തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇയർലി സ്റ്റേജസിൽ തന്നെ വിഷൻ ലോസും അതിലറിയാൻ പറ്റും. ഈ ക്യൂണിഫോമിൽ മെയിനായിട്ട് കാണുന്ന കണ്ടീഷനാണ് മോണോക്കുലാർ ഡിപ്ലോപ്പിയ, പോളിയോപ്പിയ ഇവയൊക്കെ.
അതുപോലെ ക്യുപ്പിലിഫോമിലാണ് മെയിനായിട്ട് ഗ്ലെയർ പ്രോബ്ലംസ് ഉണ്ടാവുക. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ക്യുപ്പിലിഫോമിനെ നമ്മൾ പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്ട് എന്നും കൂടെ പറയുന്നുണ്ട്. ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സെനൽ കാറ്ററാക്ട് ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു അത് ക്യൂണിഫോം ആണ്. 70% കേസും ക്യൂണിഫോം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്മച്വർ സെനൽ കാറ്ററാക്ട് ക്യാൻ ബി ബെസ്റ്റ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം മെച്വർ സെനൽ കാറ്ററാക്ട് ബൈ ഓപ്ഷൻസ് എ ഐറിസ് ഷാഡോ ടെസ്റ്റ്, ബി വിഷ്വൽ അക്യൂട്ടി ടെസ്റ്റിംഗ്, സി പിൻഹോൾ ടെസ്റ്റ്, ഡി ഡിസ്റ്റന്റ് ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഡിസ്റ്റന്റ് ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രൂ ഡയബറ്റിക് കാറ്ററാക്ട് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് എ സൺഫ്ലവർ കാറ്ററാക്ട്, ബി റോസറ്റെ ഷേപ്ഡ് കാറ്ററാക്ട്, സി സ്നോസ്റ്റോം കാറ്ററാക്ട്, ഡി കൊറോണറി കാറ്ററാക്ട്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി സ്നോസ്റ്റോം കാറ്ററാക്ട് ആണ്. ഇതിൽ നമ്മൾ റോസറ്റെ ഷേപ്ഡ് കാറ്ററാക്ട്, സൺഫ്ലവർ കാറ്ററാക്ട് ഇതിലൊക്കെ ഫോം ചെയ്യുന്നത് ഏതാണ്? കോപ്പർ ഡിപ്പോസിഷൻ വഴി വിൽസൺസ് ഡിസീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സൺഫ്ലവർ കാറ്ററാക്ട് വരുന്നത്. റോസറ്റെ ഷേപ്ഡ് കാറ്ററാക്ട് നമ്മൾ എങ്ങനെയായിരുന്നു? ട്രോമയൊക്കെ കാരണം കൊണ്ട് ഉണ്ടാവുന്നതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് കാറ്ററാക്ട് സീൻ ഇൻ വിൽസൺസ് ഡിസീസ് ഈസ് ഓപ്ഷൻസ് എ സൺഫ്ലവർ കാറ്ററാക്ട്, ബി സ്നോഫ്ലേക്ക് കാറ്ററാക്ട്, സി പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്ട്, ഡി കൊറോണറി കാറ്ററാക്ട്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ സൺഫ്ലവർ കാറ്ററാക്ട് ആണ്, നമ്മളിപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ കോസസ് ഓഫ് കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ പാസ് പ്ലാനൈറ്റിസ്, ബി റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ, സി റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഡി പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ് ആണ്. ബാക്കിയെല്ലാം കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റിൻ്റെ കോസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൽഷിങ്സ് പേൾസ് ആർ സൈൻ ഓഫ് ഓപ്ഷൻസ് എ ക്രോണിക് ഊവൈറ്റിസ്, ബി സെക്കൻഡറി കാറ്ററാക്ട്, സി സിസ്റ്റോയിഡ് മാക്കുലർ എഡിമ, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എൽഷിങ്സ് പേൾസ് എന്ന് പറയുന്നത് സെക്കൻഡറി കാറ്ററാക്റ്റിൻ്റെ സൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെൻസ് സബ്ലക്സേഷൻ ഒക്കേഴ്സ് ഇൻ ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഹോമോസിസ്റ്റിനൂറിയ, ബി ഏലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം, സി കൺജനൈറ്റൽ സൈഫിലിസ്, ഡി കൺജനൈറ്റൽ റുബല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കൺജനൈറ്റൽ റുബല്ലയാണ്. ബാക്കി എല്ലാത്തിലും ലെൻസ് സബ്ലക്സേഷൻ കാണാൻ പറ്റും. ഇതിൽ ഹോമോസിസ്റ്റിനൂരിയയിൽ ഡൗൺവേർഡ് സബ്ലക്സേഷനാണ് കാണാൻ പറ്റുക. ഏലേഴ്സ് ഡാൻലോസ് സിൻഡ്രത്തിൽ ലെൻസിൻ്റെ സബ്ലക്സേഷന് പുറമെ ബ്ലൂസ് ക്ലിയറ, കെരാറ്റോകോണസ് ഈ കണ്ടീഷൻസും അസോസിയേറ്റ് ചെയ്തിട്ട് വരാം. പിന്നെ കൺജനൈറ്റൽ സൈഫിലിസിലും ലെൻസ് സബ്ലക്സേഷൻ ഉണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവ കൂടാണ്ട് മാർഫൻ സിൻഡ്രത്തിൽ വരുന്നുണ്ട്. ലെൻസസ് ഡിസ്പ്ലേസ്ഡ് അപ്വേർഡ്സ് ആൻഡ് ടെമ്പറലി ആണ് മാർഫൻ സിൻഡ്രത്തിൽ. പിന്നെ ഇത് കൂടാണ്ട് വേൽ മാർഷേനി സിൻഡ്രത്തിൽ സ്വിറോഫാക്കയും ആൻറ്റീരിയർ സബ്ലക്സേഷൻ ഓഫ് ലെൻസും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റീരിയർ ലെൻറ്റിക്കോണസ് മേ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് എ ആൽപോർട്ട് സിൻഡ്രം, ബി ലോവ് സിൻഡ്രം, സി മാർഫൻ സിൻഡ്രം, ഡി ഹോമോസിസ്റ്റിനൂരിയ. ഇത് റിവ്യൂ ഓഫ് ഓഫ്താൽമോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുമ്പ് ഇതുപോലൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസറായി കൊടുത്തത് മാർഫൻ സിൻഡ്രം ആയിരുന്നു. ആക്ച്വലി കറക്റ്റ് മാർഫൻ സിൻഡ്രത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്വേർഡ് ആൻഡ് ടെമ്പറൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ വേറെ ഓപ്ഷൻസിനേക്കാൾ കുറച്ചുകൂടെ അക്യുറേറ്റ് മാർഫൻ സിൻഡ്രം ആയതുകൊണ്ട് അതിൽ ആൻസർ അങ്ങനെ വന്നു. എന്നാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആൽപോർട്ട് സിൻഡ്രം ആണ്. ആൽപോർട്ട് സിൻഡ്രത്തിലാണ് നമുക്ക് ആൻറ്റീരിയർ ലെൻറ്റിക്കോണസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് IOL ഇംപ്ലാന്റേഷൻ corneal endothelial damage can be prevented by use of options A methyl cellulose, B sodium hyaluronate, C chondroitin sulfate, D all of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഫോളോവിങ് എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ ഈസ് ഓപ്ഷൻസ് എ ആഫ്റ്റർ കാറ്ററാക്ട്, ബി കോർണിയൽ എൻഡോത്തീലിയൽ ഡീകമ്പൻസേഷൻ, സി സെക്കൻഡറി ഗ്ലോക്കോമ, ഡി സിസ്റ്റോയിഡ് മാക്കുലർ എഡിമ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആഫ്റ്റർ കാറ്ററാക്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്ററാക്ട് ഇൻ ന്യൂ ബോൺ ഈസ് ഓപ്ഷൻസ് എ സൊനുലാർ, ബി കൊറോണറി, സി സ്നോഫ്ലേക്ക്, ഡി കോർട്ടിക്കൽ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ സൊനുലാർ. സൊനുലാർ അല്ലെങ്കിൽ ലാമല്ലാർ എന്നും പറയാം. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കൺജനൈറ്റൽ കാറ്ററാക്ട് വിത്ത് വിഷ്വൽ ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സൊനുലാർ ആണ് എഴുതേണ്ടതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ ഡിഫറെൻറ്റ് സോൺസ് ഇതിൽ ഇൻവോൾവ് ആകുന്നത് കൊണ്ട് കൂടിയാണ് ഇതിനെ സൊനുലാർ കാറ്ററാക്ട് എന്ന് പറയുന്നത്. ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിയോപ്പിയ ഈസ് എ സിംറ്റം ഓഫ് ഓപ്ഷൻസ് എ കോർട്ടിക്കൽ കാറ്ററാക്ട്, ബി ക്യുപ്പിലിഫോം കാറ്ററാക്ട്, സി റേഡിയേഷണൽ കാറ്ററാക്ട്,
ഡി ഇലക്ട്രിക്കൽ കാറ്ററാക്ട്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കോർട്ടിക്കൽ കാറ്ററാക്റ്റ് ആണ്. ഇവിടെ കോർട്ടിക്കൽ കാറ്ററാക്റ്റിന് പകരം ക്യൂണിഫോം കാറ്ററാക്റ്റ് ആണ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ക്യുപ്പിലിഫോമിൽ ഗ്ലെയർ പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് ഉണ്ടാവുക, എന്നാൽ പോളിയോപ്പിയൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ക്യൂണിഫോമിലാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോസറ്റെ കാറ്ററാക്റ്റ് ഈസ് സീൻ ഡ്യൂ ടു ഓപ്ഷൻസ് എ ട്രോമ, ബി കോപ്പർ ഫോറൈൻ ബോഡി, സി ഡയബറ്റിസ്, ഡി ഹൈപ്പർ പാരാതൈറോയിഡിസം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ട്രോമയാണ്. റോസറ്റെ കാറ്ററാക്റ്റ് കൂടുതലും ട്രോമയിലാണ് കാണാൻ പറ്റുക. നെക്സ്റ്റ്, ദ കോമൺസ്റ്റ് ടൈപ്പ് ഓഫ് കാറ്ററാക്റ്റ് ഇൻ അഡൾട്ട്സ് ഈസ് ഓപ്ഷൻസ് എ ന്യൂക്ലിയർ കാറ്ററാക്റ്റ്, ബി കോർട്ടിക്കൽ കാറ്ററാക്റ്റ്, സി മൊർഗാഗ്നിയൻ കാറ്ററാക്റ്റ്, ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കോർട്ടിക്കൽ കാറ്ററാക്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമൺസ്റ്റ് സൈഡ് എഫക്റ്റ് ഓഫ് ലെൻസ് ഇംപ്ലാന്റ് സർജറി ഈസ് ഓപ്ഷൻസ് എ വിട്രിയസ് ഹെമറേജ്, ബി ഗ്ലോക്കോമ, സി ഐറിഡോസൈക്ലൈറ്റിസ്, ഡി പാനോഫ്താൽമൈറ്റിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഐറിഡോസൈക്ലൈറ്റിസ് ആണ് കോമൺസ്റ്റ് സൈഡ് എഫക്റ്റ് ഓഫ് ലെൻസ് ഇംപ്ലാന്റ് സർജറീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിസ്മസ് ട്രീ കാറ്ററാക്റ്റ് ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ ഡൗൺ സിൻഡ്രോം, ബി റുബല്ല, സി മയോട്ടോണിക് ഡിസ്ട്രോഫി, ഡി ഡയബറ്റിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ്. കഴിഞ്ഞ എക്സാമിന് DMED എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് സൈറ്റ് ഫിനോമിനൻ ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ ന്യൂക്ലിയർ കാറ്ററാക്റ്റ്, ബി കോർട്ടിക്കൽ കാറ്ററാക്റ്റ്, സി സെനൽ കാറ്ററാക്റ്റ്, ഡി ഐറിഡോസൈക്ലൈറ്റിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ന്യൂക്ലിയർ കാറ്ററാക്റ്റ് ആണ്. ലേറ്റ് സ്റ്റേജസിൽ ന്യൂക്ലിയർ കാറ്ററാക്റ്റിൽ മയോപിക് ഷിഫ്റ്റ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ സെക്കൻഡ് സൈറ്റ് ഫിനോമിന നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കാറ്ററാക്റ്റ് സ്പെറ്റക്കിൾസ് ആർ അഡ്വൈസ്ഡ് ഫോർ ഫോളോവിങ് നമ്പർ ഓഫ് വീക്സ് ആഫ്റ്റർ ഓപ്പറേഷൻ ഓപ്ഷൻസ് എ 6 വീക്സ്, ബി 10 വീക്സ്, സി 12 വീക്സ്, ഡി 14 വീക്സ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 6 വീക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലേസർ ഈസ് യൂസ്ഡ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ആഫ്റ്റർ കാറ്ററാക്ട്സ് ഓപ്ഷൻസ് എ ആർഗൺ, ബി ക്രിപ്റ്റോൺ, സി എൻഡ് ഡി എക്സിമർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി എൻഡ് യാഗ് ലേസർ ആണ്. നമ്മൾ യാഗ് ലേസർ യൂസ് ചെയ്തിട്ടാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയും അതുപോലെ ആഫ്റ്റർ കാറ്ററാക്ട്സ് ഒക്കെ പോസ്റ്റീരിയർ ക്യാപ്സുലർ ഒപ്പാസിഫിക്കേഷൻ ആണ് ആഫ്റ്റർ കാറ്ററാക്ട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് നമ്മൾ യാഗ് ലേസറാണ് യൂസ് ചെയ്യുക. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ആർഗൺ ലേസറും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സിമർ ലേസർ നമ്മൾ ലാസിക് സർജറീസിലൊക്കെ നമ്മൾ എക്സിമർ ലേസറാണ് യൂസ് ചെയ്യുന്നത്. PRKയിലും നമ്മൾ എക്സിമർ ലേസറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഓൺലി റിവേഴ്സിബിൾ കാറ്ററാക്റ്റ് ഓപ്ഷൻസ് എ സെനൽ കാറ്ററാക്റ്റ്, ബി കാറ്ററാക്റ്റ് ഇൻ ഗാലക്ടോസീമിയ, സി കൺജനിറ്റൽ കാറ്ററാക്റ്റ്, ഡി നൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കാറ്ററാക്റ്റ് ഇൻ ഗാലക്ടോസീമിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് ഫോർ കാറ്ററാക്റ്റ് ഓപ്പറേഷൻ ഫോളോവിങ് ഈസ് ടു ബി ഡൺ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ആക്സിൽ ലെങ്ത് ഓഫ് ഐബോൾ, ബി കെരാറ്റോമെട്രി, സി പോസ്റ്റീരിയർ സെഗ്മെൻറ്റ് ഇവാലുവേഷൻ, ഡി സ്റ്റീരിയോപ്സിസ് എക്സാമിനേഷൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സ്റ്റീരിയോപ്സിസ് എക്സാമിനേഷൻ. ബാക്കിയെല്ലാം നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻ്റ് ആയിട്ട് ആവശ്യമുള്ള മെത്തേഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിപ്പിക്കൽ ബൈലാറ്ററൽ ഇൻഫെറോ നാസൽ സബ്ലക്സേഷൻ ഓഫ് ലെൻസ് ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ മാഫൻ സിൻഡ്രോം, ബി ഹോമോസിസ്റ്റിനൂരിയ, സി ഹൈപ്പർലൈസിനീമിയ, ഡി ട്രോമ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹോമോസിസ്റ്റിനൂരിയ ആണ്. ഹോമോസിസ്റ്റിനൂരിയയിൽ ചില സ്ഥലങ്ങളിൽ ബൈലാറ്ററൽ ഇൻഫെറോ നാസൽ സബ്ലക്സേഷൻ എന്നും പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ഡൗൺവേർഡ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ട് ചോദിച്ചാലും നമുക്ക് ഹോമോസിസ്റ്റിനൂരിയ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് മാച്ച് ഓപ്ഷൻസ് എ വിൽസൺസ് ഡിസീസ്, സൺഫ്ലവർ കാറ്ററാക്റ്റ്, ബി ആൽപോൺ സിൻഡ്രോം, പോസ്റ്റീരിയർ ലെൻഡിക്കോണസ്, സി അമിയഡെറോൺ ആൻറ്റീരിയർ സബ്കാപ്സുലർ കാറ്ററാക്റ്റ്, ഡി മയോട്ടോണിക് ഡിസ്ട്രോഫി, ക്രിസ്മസ് ട്രീ കാറ്ററാക്റ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൽ ഇൻകറക്റ്റ് മാച്ച് ആയിട്ടുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൽപോൺ സിൻഡ്രോത്തിൽ നമുക്ക് ആൻറ്റീരിയർ ലെൻഡിക്കോണസ് ആണ് കാണാൻ പറ്റുക, പോസ്റ്റീരിയർ ലെൻഡിക്കോണസ് അല്ല. പോസ്റ്റീരിയർ ലെൻഡിക്കോണസ് കാണുന്ന ഒരു കണ്ടീഷനാണ് ലോവസ് സിൻഡ്രോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻവെസ്റ്റിഗേഷൻ ടു പ്രിഡിക്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വിഷ്വൽ ഔട്ട്കം ആഫ്റ്റർ കാറ്ററാക്ട് സർജറി ഈസ് ഓപ്ഷൻസ് എ പാക്കിമെട്രി, ബി ടോപ്പോഗ്രഫി, സി പൊട്ടൻഷ്യൽ അക്യൂട്ടിമീറ്റർ, ഡി ലെൻസോമെട്രി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പൊട്ടൻഷ്യൽ അക്യൂട്ടിമീറ്റർ ആണ്. ഇത് കൂടാണ്ട് ഇൻ്റർഫെറോമെട്രി എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് കൂടെ ഉണ്ട്. അതും നമ്മൾ ഇത്രത്തോളം പോസ്റ്റ് ഓപ്പറേറ്റീവ് വിഷ്വൽ ഔട്ട്കം നമുക്ക് കാറ്ററാക്ട് സർജറിക്ക് ശേഷം ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേറ്റ് ഓൺസെറ്റ് എൻഡോഫ്താൽമൈറ്റിസ് ആഫ്റ്റർ കാറ്ററാക്ട് സർജറി ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻസ് എ സ്റ്റഫിലോകോക്കസ് എപ്പിഡെർമൈഡിസ്, ബി സ്യൂഡോമോണാസ്, സി സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്, ഡി പ്രൊപ്പിയോണി ബാക്ടീരിയം എക്കൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പ്രൊപ്പിയോണി ബാക്ടീരിയം എക്കനാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് കോമൺ ലേറ്റ് കോംപ്ലിക്കേഷൻ ഓഫ് കാറ്ററാക്ട് സർജറി ഈസ് ഓപ്ഷൻസ് എ സിസ്റ്റോയിഡ് മാക്കുലർ എഡിമ, ബി ഗ്ലോക്കോമ, സി പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ ഒപ്പാസിഫിക്കേഷൻ, ഡി ഊവൈറ്റിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ ഒപ്പാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ കാറ്ററാക്ട് നമ്മൾ പറയും, അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഫ്രാക്റ്റീവ് എറർ അസോസിയേറ്റഡ് വിത്ത് ന്യൂക്ലിയർ കാറ്ററാക്ട് ഈസ് ഓപ്ഷൻസ് എ ഹൈപ്പർമെട്രോപ്പിയ, ബി മയോപ്പിയ, സി അസ്റ്റിഗ്മാറ്റിസം, ഡി പ്രസ്ബയോപ്പിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മയോപ്പിയ ആണ് ന്യൂക്ലിയർ കാറ്ററാക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നത്. നമ്മളുടെ സെക്കൻഡ് സൈറ്റ് ഫിനോമിനയ്ക്ക് കാരണം ഈ കണ്ടീഷനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി ഈ ഡിസീസിൻ്റെ പാർട്ട് ഒരു 2 or 3 കൂടെ ഉണ്ടാവും മാക്സിമം. അതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ബാക്കിയുള്ള ടോപ്പിക്സും നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വീക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഹോൾ ടിക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു.